സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്തു. അത് തികച്ചും അസ്വാഭാവികവും അസാധാരണവുമാണ്. യൂത്ത് കോൺഗ്രസിനെ കാലങ്ങളായി ഇടതുപക്ഷ സർക്കാർ വേട്ടയാടുന്നതിൻ്റെ തുടർച്ച മാത്രമാണ് ഈ അറസ്റ്റ് എന്നുള്ളത്. ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് തിരുവനന്തപുരത്തെ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ട് 3 കേസുകളാണ് അവിടെ കന്റോൺമെൻറ്റ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളത്. ആ 3 കേസുകളിൽ 2 കേസുകളിൽ ആദ്യ ദിവസം തന്നെ ബഹുമാനപ്പെട്ട കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. അതിൽ ഒരു കേസിലാണ് PDPP ഉൾപ്പെടെയുള്ള ചാർജുകൾ കൊടുത്തുകൊണ്ട് അത് അന്ന് 28 പേരെ റിമാൻഡിൽ അയച്ചത്. ആ 28 പേരിൽ യൂത്ത് കോൺഗ്രസിൻ്റെ 2 സംസ്ഥാന ഉപാധ്യക്ഷന്മാരും 2 വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ആ 28 പേർ 18 ദിവസം ജയിലറയിലായിരുന്നു. 18 ദിവസം ജയിലറയിൽ കിടന്നവർ മിനിഞ്ഞാന്നാണ് പുറത്തിറങ്ങിയത്. ഇന്ന് 5 പ്രവർത്തകർ ഇന്നും ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് ജയിലിലുണ്ട്. അപ്പോൾ സാധാരണ ഈ സെക്രട്ടേറിയറ്റ് മാർച്ചുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം, ഇത്രയധികം ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതിന് ശേഷം, ഒരു റിമാൻഡ് കഴിയുന്നതിന് ശേഷം പിന്നെ നേതൃനിരയിൽ ആരെയും തന്നെ അറസ്റ്റ് ചെയ്തതായി ചരിത്രമില്ല. അതുകൊണ്ട് തന്നെ ഇത് അസാധാരണവും അസ്വാഭാവികവുമാണ്. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത്, രാഹുൽ മാങ്കൂട്ടത്തിൽ കഴിഞ്ഞ ദിവസവും ഈ കന്റോൺമെൻറ്റ് സ്റ്റേഷൻ പരിധിയിലെ പല പരിപാടികളിലും പങ്കെടുത്തതാണ്. അത് KPCCയുടെ മാർച്ച് ആയിക്കൊള്ളട്ടെ, KPCCയുടെ വിവിധ പരിപാടികളിലായിക്കൊള്ളട്ടെ, യൂത്ത് കോൺഗ്രസിൻ്റെ മീറ്റിംഗ് ആയിക്കൊള്ളട്ടെ, പല പരിപാടികളിലും കന്റോൺമെൻറ്റ് സ്റ്റേഷൻ പരിധിയിലുണ്ടായിരുന്നു. മാധ്യമങ്ങളായ നിങ്ങളെയും കണ്ടിട്ടുണ്ട്. വളരെ വിസിബിലിറ്റിയുള്ള ഇത്രയധികം ജനങ്ങളുടെ ഇടയിൽ നിൽക്കുന്ന ഒരു പ്രവർത്തകനെ, ഒരു പൊതുപ്രവർത്തകനെ എന്തിനാണ് സ്വന്തം സ്റ്റേഷൻ പരിധിയിലുണ്ടായിട്ട് അറസ്റ്റ് ചെയ്യാതെ അതിരാവിലെ വീട് തട്ടി തുറന്ന് ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് അമ്മയുടെ മുമ്പിൽ വെച്ച് ഭയപ്പെടുത്തി ഉറങ്ങിക്കിടക്കുന്ന മനുഷ്യനെ എന്തിന് അറസ്റ്റ് ചെയ്തു? അതാണ് ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം. അങ്ങനെ അറസ്റ്റ് ചെയ്യേണ്ടതായിട്ടുള്ള എന്ത് സാഹചര്യമാണ് കേരളത്തിലുണ്ടായിരുന്നത്? ഒരു ചോദ്യം ചെയ്യലിന് വിളിച്ചാൽ വരാത്തയാളാണോ സംസ്ഥാന പ്രസിഡന്റ്? അങ്ങനെ എന്തെങ്കിലും മുൻകാല അനുഭവങ്ങൾ ഇവർക്കുണ്ടോ? ഏത് ചോദ്യം ചെയ്യലിനും, ഏത് പോലീസ് നടപടികളിലും, ഏത് നിയമവ്യവസ്ഥയിലും പൂർണ്ണമായി അവിടെ വിശ്വാസമുള്ള, പൂർണ്ണമായി അനുസരിക്കുന്ന ഒരു പൊതുപ്രവർത്തകനെ രാവിലെ വീട്ടിൽ കയറി ഇത്ര ക്രൂരമായി ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ച് അറസ്റ്റ് ചെയ്യേണ്ട എന്ത് സാഹചര്യമായിരുന്നു കേരളത്തിലുണ്ടായിരുന്നത്? അപ്പോൾ ഇത് പോലീസിന്റെ ചേതോവികാരം ഞങ്ങൾക്ക് വ്യക്തമാണ്. ഭയപ്പെടുത്തി കീഴ്പ്പെടുത്താനാണ് നോക്കുന്നത്. ഒരു സംശയം വേണ്ട. ഞങ്ങൾ യൂത്ത് കോൺഗ്രസ് അതിശക്തമായി പറയാൻ ആഗ്രഹിക്കുകയാണ്. DYFIയുടെ അക്രമത്തെ, അതായത് 2 രീതിയിൽ ഈ അക്രമത്തെ ഞങ്ങൾ നേരിടും. ഇവിടെ കരിങ്കൊടി കാണിച്ചവരെ ആക്രമിച്ചു, നിയമപരമായി ആക്രമിക്കുന്നു. ഇതിനെ കായികപരമായി, നിയമപരമായി നേരിടും. DYFIയുടെ അക്രമത്തെ കായികപരമായി തന്നെ നേരിടും. പോലീസിന്റെ അക്രമത്തെ നിയമപരമായി തന്നെ നേരിടും. ഏത് രീതിയിലുള്ള അക്രമത്തിനെതിരെയും ശക്തമായ പ്രതിരോധവും പ്രതിഷേധവും സംഘടിപ്പിക്കും. ആ പ്രതിഷേധത്തിന്റെ ഭാഗമാണ് ഇന്നിപ്പോൾ സംസ്ഥാനത്തെ 14 അതിരാവിലെ അദ്ദേഹത്തിന്റെ വീട്ടിൽ